somebody please read in English. മൈക്ക് ഉപയോഗിക്കണം. Then Jacob Then Jacob made a vow, saying, if God will be with me and will watch over me on this journey I am taking and will give me food to eat and clothes to wear, so that I return safely to my father's household, then the Lord will be my God, and this stone that I have set up as a pillar will be God's house, and of all that you give me, I will give you a tenth. താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ ചില മാസങ്ങൾക്ക് മുമ്പ് ഈ വേദഭാഗത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ചിന്തിച്ചിരുന്നു. We all meditated just an introduction of these verses few months back. ഞാൻ അതിനെ ഒരു ക്വിക്ക് റിവ്യൂ ചെയ്യാം. നമുക്കൊന്ന് റീകളക്ട് ചെയ്താലേ എനിക്ക് ബാക്കി പറയാനായിട്ട് പറ്റത്തുള്ളൂ. I would like to give you a quick recollection of what we thought before. നമ്മളിവിടെ വായിച്ചതിനകത്ത് യാക്കോബ് ഒരു യാത്ര വീട്ടിൽ നിന്ന് പോവുകയാണ്. The verses which we read now, Jacob is about to begin a journey from his house. From Beersheba to Haran. അങ്ങോട്ടാണ് യാത്ര. From Beersheba to Haran. ആ യാത്രയ്ക്ക് 4 കാരണമുണ്ട്. There are 4 reasons for this journey. തന്റെ ബ്രദറായ യേശാവ് കനാന്യരായ ആ ജാതികളായ 2 സ്ത്രീകളെ കല്യാണം കഴിച്ചു. ആ വീട്ടിലെ അറ്റ്മോസ്ഫിയർ അത്ര ശരിയല്ല എന്ന് അവരുടെ അമ്മയായ റിബേക്ക പറയുന്നു. Esau married 2 Moabite women. So basically, inside that family, the situation was not that nice. So Rachel was mentioning to Jacob that this is our house situation is not that good. അത് അല്പം കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ യേശാവ് 2 ലോക്കലായിട്ടുള്ള സ്ത്രീകളെ കല്യാണം കഴിച്ചതുകൊണ്ട് റിബേക്കായ്ക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അല്പം പ്രശ്നമുണ്ടാവുന്നു. Rebecca was not happy because Esau married 2 Moabite women. So inside that family the situation was not that peaceful. രണ്ടാമത്തെ കാര്യം അതാണ്. ഒന്നാമത്തെ കാര്യം അന്നേരം അവിടുത്തെ പ്രശ്നം വീട്ടിലുണ്ട്. That is the first reason of Jacob's journey. 2 യേശാവിൻ്റെ 2 അനുഗ്രഹങ്ങൾ യാക്കോബ് വളരെ വിദഗ്ധമായിട്ട് കൈക്കലാക്കി. അതുകൊണ്ട് യേശാവ് യാക്കോബിനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് നമ്മളോട് വായിക്കുന്നു. The next reason is Jacob's blessings were taken by Esau's blessings were taken by Jacob. That is another second reason. മൂന്നാമത്തെ കാര്യം, third reason was റിബേക്കയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയും ഈ ലോക്കലിൽ നിന്ന് വിവാഹം കഴിച്ചാൽ എൻ്റെ ഭാവി അല്ലെങ്കിൽ റിബേക്കയുടെ ഫ്യൂച്ചർ അല്പം പ്രയാസമായിരിക്കും. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുവളെ നീ വിവാഹം കഴിക്കണം എന്ന് റിബേക്ക ജേക്കബിനോട് പറയുകയാണ്. And the third reason was Rebecca knew that if Jacob is going to marry locally, then the future life for Rebecca would be troublesome. So Rebecca was encouraging Jacob to take a wife from her own household. നാലാമത്തെ കാര്യം 27:45 നോക്കിയാൽ മതി. 27:45 റിബേക്ക പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ദിവസം എൻ്റെ 2 മക്കളും മരിക്കും. എൻ്റെ ഹസ്ബൻഡിന് കണ്ണ് കാണില്ല, ഹീ ഈസ് വെരി ഓൾഡ്. അങ്ങനെ 3 ആണുങ്ങളും ഈ വീട്ടിലെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം കഷ്ടത്തിലാകും. അതുകൊണ്ട് ആ അപകടങ്ങൾ ആർക്കും വരാതിരിക്കാൻ നീ പദനാരാമിൽ നിന്ന് ഹാരാനിലേക്ക് പോകുക. So Rebecca was mentioning, we can see that thought in chapter 27 verse 45, that in a day if a suddenly death is going to happen, then why should I be bereaved of you both in one day? So that is the reason mother Rebecca encouraging Jacob to go from Haran to Canaan. From Beersheba to Haran. From Beersheba to Haran. ഒരു സ്മോൾ ഐഡിയ കിട്ടിയ ബാക്ക്ഗ്രൗണ്ട്.
So I think you got a small idea why Jacob is about to begin a journey from this land. ഓ ഇങ്ങനെ തലേനാട്ടിക്കേ ഞാനങ്ങ് വരിക, എനിക്കും നിങ്ങളുണ്ടെങ്കിൽ എനിക്കും വരാനായിട്ട് പറ്റത്തുള്ളൂ. സ്തോത്രം. അങ്ങനെ ആ യാത്രയിൽ ഒരു ദിവസം ഞാൻ അന്ന് പറഞ്ഞിരുന്നു 3 ദിവസത്തെ വഴിയാത്രയിലാണ് ലൂസിൽ ചെന്നത്. We know that during that journey, after 3 days of journey, Jacob reached the place called Luz. അവിടെ താനിങ്ങനെ ക്ഷീണിച്ച് തളർന്ന് 30 ദിവസം യാത്ര ചെയ്യണം. ഹാരാനിൽ ചെല്ലണമെങ്കിൽ ഒറ്റയ്ക്കാണ് യാത്ര. വളരെ വൈൽഡായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. റോബേഴ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്. എൻ്റെ സേഫ്റ്റി എന്താകും, എനിക്കങ്ങ് ചെല്ലാനായിട്ട് കഴിയുമോ, ഇതെല്ലാം ചിന്തിച്ച് ഒരു ദിവസം രാത്രിയിൽ ലൂസിൽ ഇങ്ങനെ ഇരുന്ന് അടുത്ത് കിടന്ന ഒരു കല്ലെടുത്ത് തലേണയായി വെച്ച് അവിടെ കിടന്ന് താൻ ഉറങ്ങി. Jacob was, during this journey, he knows that this journey was very troublesome. Like animals are there, ferocious animals are there. He was all alone. Robbers are there. By thinking that whether I would be able to reach to Haran after 30 days of journey, after thinking everything so badly, he was so tired. So he picked a stone and put it as a pillar and he slept there that night. ഓൾമോസ്റ്റ് 600 മൈൽസ് യാത്ര ചെയ്യണം. He needs to complete almost 600 miles. ഏറ്റവും കൂടുതൽ 3 ദിവസം കൊണ്ട് ഒരു 60 to 70 മൈൽസ് ആയി ടയേർഡ് ആയിട്ടിരിക്കുകയാണ്. On an average, he could have journeyed 60 miles per day. He was so tired after taking 3 days of journey. ഈ യാത്രയിൽ മൃഗങ്ങളൊന്നും കൂടെയില്ല. തലേണ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കല്ലെടുത്ത് വെക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഒന്ന് കൂടിക്കേ ഇല്ല. അങ്ങനെ അദ്ദേഹം ഒരല്പം എണ്ണ കയ്യിലുണ്ടായിരുന്നു, അതവിടെ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ലെസ് ലഗേജ് ആയിട്ടൊരു ട്രാവലിങ്ങിലാണ്. അങ്ങനെ തൻ്റെ സേഫ്റ്റി എന്താകും, തൻ്റെ ഫ്യൂച്ചർ എന്താകും, ഹാരാനിൽ ചെല്ലാനായിട്ട് കഴിയുമോ, ഈ ചിന്തകളൊക്കെ ചിന്തിച്ച് ക്ഷീണിച്ച് മയങ്ങി അദ്ദേഹം അവിടെ കിടന്ന് നന്നായിട്ട് രാത്രിയിൽ ഒറ്റയ്ക്ക് ഉറങ്ങി. Jacob was worried about his future as well as his safety. So basically he was tired. He didn't have much luggage with him. He had only very few. So that's the reason he was tired and he went to sleep. ആ രാത്രിയിൽ ഒരു ഡ്രീം ജേക്കബ് കാണുകയാണ്. That night Jacob was receiving a dream. ഭൂമിയിൽ നിന്ന് സ്വർഗത്തെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർവേ ആണ് കാണുന്നത്. He was seeing in his dream a ladder which is touching from earth to heaven. ഈ കാര്യങ്ങൾ ഞാൻ അന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. Since I mentioned already these things, I'm just explaining in this manner. രാത്രിയിൽ ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം, ഹാരാനിലേക്ക് വഴി കാണുന്നില്ലെങ്കിലും സ്വർഗത്തിലേക്കൊരു വഴി കണ്ട് താൻ കിടന്നുറങ്ങുകയാണ്. Even though he was not seeing a full picture of his journey to Haran, but he was able to see a full picture how to reach to heaven during that night in his dream. പ്രിയപ്പെട്ടവരെ, മുന്നോട്ടുള്ള വഴി കാണാൻ മേലാതിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഉയരത്തിലേക്ക് നോക്കുക. My dear fellow members, if we are unable to see the next step in our life journey, lift up your eyes, look unto heaven, from where our help is going to come from. Praise Lord. Amen. നോക്കിയേ, അവിടെ ദൂതന്മാര് ഇറങ്ങുന്നു കയറുന്നു. ഞാനന്ന് വ്യാഖ്യാനിച്ച് ഓർക്കുന്നുണ്ടോ? I explained really well. There we can see angels are coming down and going up. സ്തോത്രം. Hallelujah. കാരണം അന്ന് രാവിലെ ഉഷസായെന്നാ വായിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുന്ന ആ സമയത്ത് കാണുന്ന ഡ്രീമിൽ ഒരു ഗ്രൂപ്പ് ഏഞ്ചൽസ് രാത്രിയിലെ കാവലിന് ശേഷം മുകളിലോട്ട് കടന്നു പോകുന്നു. പകലത്തെ കാവലിനായിട്ട് ഒരു ഗ്രൂപ്പ് ഇറങ്ങി താഴോട്ട് വരികയാണ്. By about morning, like in early morning, when he was seeing this dream that after a whole night work, a group of angels were climbing up and a group of angels are being ready to take care of him during the day. They are coming down. ജേക്കബിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹൗ ഈസ് മൈ സേഫ്റ്റി?
safety. One of his Jacob's anxiety was, how am I going to safely reach Haran? തിരുവെഴുത്തിലെ വാക്യമനുസരിച്ച് നാം പാടുന്നൊരു പാട്ടുണ്ട്, നാളെയെ കയ്യിൽ പിടിച്ചിരിക്കുന്നവനെയാണ് ഞാൻ സേവിക്കുന്നത്, ആ ദൂതന്മാരുടെ കാവൽ അവിടെ ഉണ്ട്. There is a song which is based on scriptures that we know who is holding my future. He is holding my future who holds my hand. Amen. സാം 91-നകത്തെ വാക്യങ്ങൾ വായിക്കാനും പറയാനും സമയമില്ല. വശത്ത് 1000 പേരും വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുക്കുകയില്ലെന്ന് പറഞ്ഞാൽ ആ ഭാഗം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അവരുടെ സേഫ്റ്റിയുടെ പാട്ടാണ് സാം 91. During the voyage of Israel's, that journey, they were singing that song. That song is written in the book of Psalms, chapter 91. 1,000 may fall at your side, 10,000 at your right hand, but it will never come near you. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറയാമോ? Hallelujah. അങ്ങനെങ്കിൽ ഈ ആദ്യത്തെ ഗ്രൂപ്പ് ഇറങ്ങുന്നത് ജേക്കബ് കണ്ടില്ലായിരുന്നു. If that is so, Jacob didn't see that group of angels first came down. കണ്ടോ? ഇല്ല, കയറിപ്പോ മറന്നുപോയോ? He didn't see. കയറുകയും ഇറങ്ങുകയും. രാത്രി വന്നവരാണ് ജോലി കഴിഞ്ഞ് കയറിപ്പോകുന്നത്. അന്ന് രാത്രിയിൽ ജേക്കബ് പറഞ്ഞില്ലെങ്കിലും തന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവീക കരം അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ മേലെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഇന്നും കൃപയിൽ നിൽപ്പാൻ ദൈവത്തിന് നമ്മളോട് കരുണയുണ്ടായത്. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. Hallelujah. As Jacob didn't see those angels who came down to take care of him during that horrible night. Similarly, during our life on this earth, even though difficult situations arise, we may not see how much angels are taking care of each one of us. Praise the Lord. ഇനി നമുക്ക് ചാപ്റ്റർ 28ലേക്ക് പെട്ടെന്ന് വരാം. Let us turn our attention to chapter 28. ഈ ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതിന്റെ ഏറ്റവും മുകളിൽ ദൈവം നിൽക്കുകയാണ്. Verse 13. We can see in verse 13 that, and behold, Jehovah stood above it. അതിന് പല അർത്ഥങ്ങളുണ്ട്. സകലത്തെയും നിയന്ത്രിക്കുന്ന ഗോഡ് ഈസ് സോവറിൻ എന്നൊരർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Amen. So basically there are many meanings. The meaning is the sovereign God who controls everything. നമ്മുടെ ധൈര്യം എന്നാണെന്നറിയാമോ? ഗോഡ് ഈസ് സോവറിൻ എന്നുള്ളതാണ് നമ്മുടെ ധൈര്യം. Our courage is our Father who is in heaven is sovereign. Praise the Lord. Amen. ആ ദൈവം അവിടെ നിന്നോണ്ട് ഞാൻ അന്ന് പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിൽ ഇപ്പോൾ വീണ്ടും വരുന്നു. ദൈവം ഒരുവനെ സൂക്ഷിക്കുന്നത്, ദൈവം ഒരുവനെ സംരക്ഷിക്കുന്നത് അവൻ്റെ പ്രസന്റ് മാത്രം നോക്കിയല്ല, അവൻ്റെ പാസ്റ്റ് കണക്കിട്ടല്ല, നാളെ അവൻ ആരാകണമെന്നത് ദൈവിക പദ്ധതിയിലുള്ളതുപോലെ യാക്കോബിനെ ദൈവം സംരക്ഷിക്കുകയാണ്, നമ്മളെയും അവിടുന്ന് സൂക്ഷിക്കുകയാണ്. As I mentioned before, God is saving, God is protecting a person, not only looking at his past, not only looking at your present faults or errors, but he is looking at your future, how you can be utilized in the kingdom of heaven for him. ഇവിടെ ദൈവം ഏറ്റവും മുകളിൽ, ആ സോവറിൻ ഗോഡ് മുകളിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വേദഭാഗം വായിച്ചാൽ 5 കാര്യം, അല്പം കൂടെ ശ്രദ്ധിച്ച് വായിച്ചാൽ 6 പ്രോമിസ് പറയുകയാണ്. We can see that if you read very carefully, we can see almost 6 promises through these scriptures. ചില 5 മതി, വേണേ 6 ആക്കാം. There are maybe 5 or 6. അത് വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ ഉണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. If you look very carefully, you can see it, but I'm not going to take that much time for that. Verse 13 and 14 പെട്ടെന്ന് വായിക്കാമോ? Verse 13 and 14. അതിനുമീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. മതി. അവിടെ കുറച്ച് വാക്കുകളുണ്ട്. തരും, ആക്കും,
പരക്കും, അനുഗ്രഹിക്കപ്പെടും, കാത്ത് മടക്കി വരുത്തും, ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ നിവർത്തിക്കും. ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. We can see certain phrases. I'm going to give it. I'm going to provide it. I'm going to keep you safe. There are certain specific phrases we can see there. അത് നിങ്ങൾ വായനയെ ശ്രദ്ധിച്ചോളുക. അങ്ങനെ ദൈവം മുകളിൽ നിന്ന് പറയുകയാണ്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് ചില പ്രോമിസസ് ജേക്കബിനോട് പറയുകയാണ്. He was affirming, he was telling Jacob that I am the God of Abraham, your father, and also the God of Isaac. And he is giving certain promises. 3 വാക്യത്തിലാണ് ദൈവം ജേക്കബിനോട് സംസാരിക്കുന്നത്. Through 3 verses, God is speaking to Jacob. ഈ ദൈവ ശബ്ദത്തോട് വളരെ പോസിറ്റീവായിട്ട്, ഞാൻ ആ വാക്ക് അങ്ങനെ പൊതുവെ ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ല, വളരെ സത്യസന്ധമായിട്ട് ജേക്കബ് റിപ്ലൈ ചെയ്ത വാക്യമാണ് 19, 20 and 21. 19, 20 and 21. Sorry, 20, 21 and 22. 20, 21 and 22, Jacob was very honestly replying to God. സ്തോത്രം. Amen. നോക്കിയേ, Hallelujah. ഇവിടെ നമ്മൾ നിങ്ങൾ ഈ വേദഭാഗം വായിച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് ചിന്തിക്കാനുള്ളൊരു കാര്യം പറയാം. ദൈവം ഈ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേഴ്സ് 20-കകത്ത് യാക്കോബ് ഒരു നേർച്ച നേർന്നൊരു നമുക്ക് ആ നേർച്ച എന്നുള്ള വാക്ക് അത്ര ഒരു സുഖമല്ല, കാര്യം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മൾ വിട്ടിട്ട് പോകുന്ന പള്ളിയിലാണെങ്കിൽ ആ വാക്ക് വളരെ പ്രോമിനൻ്റ് ആയിരുന്നു, എങ്കിലും അത് പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. So we can see that in this chapter verse 20, Jacob vowed a vow, saying that vow is a kind of phrase which we used to use in older churches, denominations. അങ്ങനെ ഒരു നേർച്ച നേരുകയാണ്. He was vowing. Like ആ നേർച്ച നേർന്നിട്ട് അവിടെ ഒരു പ്രയോഗമുണ്ട്, ഈഫ് എന്നൊരു പ്രയോഗമുണ്ട്. നീ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ എന്നെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ എന്ന ഒരു കണ്ടീഷണൽ എന്ന നിലയിൽ മനസ്സിലാക്കാവുന്ന, പെട്ടെന്നുള്ള വായനയിൽ മനസ്സിലാക്കാവുന്ന ഒരു വാക്യം. We can see that here Jacob very honestly specifying a conditional vow. കണ്ടീഷണൽ അല്ല, അങ്ങനെ If God will be with me, he is putting a phrase that if. അങ്ങനെ അങ്ങ് പെട്ടെന്ന് വായിച്ചാൽ ആ നിലയിൽ നമുക്ക് റീഡ് ചെയ്യാം, ഒരു കണ്ടീഷണൽ ആയിട്ട്. So when we read in that way, we can see that he is putting forward a conditional statement. പക്ഷെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വായിച്ചാൽ that is not a conditional vow. If you ordinarily just to read, we may think that that is a conditional vow. But if you carefully read, that is not a conditional നീ vow. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ, നമ്മൾ ചിലർ പറയുന്നില്ല, നീ എൻ്റെ എല്ലാ കാര്യം ചെയ്ത് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് പോക്കോളാം എന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ? There are certain people who is usually saying that if Lord, please, if you are going to do everything for me, then I may go to the ministry. അത് എത്ര വയസ്സിലെ പോവാന്നറിയാം? 65 കഴിഞ്ഞിട്ടാ. Usually people say that vow, take that vow after 65 or so. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഇറങ്ങുവാണെങ്കിൽ ഒരു 18 ഇറങ്ങണം, ഇല്ല പിന്നെ വേണ്ട. പണമൊന്നും ചെയ്യരുത് കേട്ടോ. I usually encourage people, if you are going to dedicate for Lord's work, come at the young age, like around 18 onwards. എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ 16 തുടങ്ങിയതാ. So I am very firmly, strongly say that I started this journey at the age of 16. ഈ പ്രസംഗിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട്. I have a very thirst to preach. പ്രസംഗിക്കാൻ അറിയാൻ പറ്റായിരുന്നു. പണ്ടൊരു ഹാൻഡ് മൈക്കും മേടിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ മുഴുവൻ ഞാനിങ്ങനെ വാക്യവും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. As I didn't know how to preach, I purchased a hand mic and I loudly spoke, like proclaimed scriptures throughout my town. ഒരു പേപ്പറിൽ നല്ല ഗോസ്പൽ വാക്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ 3-4 പേര് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് റോഡിൽ കൂടെ മുഴുവൻ വർഷങ്ങൾ നടന്നിട്ടുണ്ട്. Many years I was able to walk throughout my town by carrying a scripture board and loudly proclaiming those scriptures. ഇപ്പോഴത്തെ ഒരു കുഴപ്പം ഈ ടൈ ഒക്കെ കെട്ടിക്കൊണ്ടായിരിക്കും, ഇപ്പിച്ച നല്ല മൈക്കൊക്കെ വേണമെന്നൊരു ചിന്ത. സ്തോത്രം. ഞാൻ എൻ്റെ കുഴപ്പമല്ലേ പറഞ്ഞു, എൻ്റെ കുഴപ്പം അത്, ഞാൻ മാനസാന്തരപ്പെടാനുള്ള കാര്യം പറഞ്ഞു. ആട്ടെ, അങ്ങനെ ദൈവം കുറച്ച് കാര്യം പറയുന്നു. ജേക്കബ് തൊട്ടു താഴെ ഒരു കണ്ടീഷണൽ പോലെ ഈ കാര്യങ്ങൾ പറയുന്നു. God was telling something to Jacob and Jacob was replying, it looked like a conditional vow. സ്തോത്രം. Amen. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ കെയർഫുൾ ആയിട്ട് വായിച്ചാൽ, If you read carefully, അതൊരു കണ്ടീഷണൽ ആയിട്ട് ജേക്കബ് പറയുന്നതല്ല. this is not
at all a conditional statement by Jacob. അവിടെ വായിക്കുമ്പോൾ നീ എന്നെ മടക്കി കൊണ്ടുവരികയാണെങ്കിൽ എന്നൊരു പ്രയോഗമുണ്ട്. We can see that if you will keep me in this way and you will bring back to this place. വാസ്തവത്തിൽ ജേക്കബ് അവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? Do you know what really Jacob was mentioning here? ഒരു കണ്ടീഷനും അല്ല, സോവറിൻ ഗോഡ് പറഞ്ഞ അതേ കാര്യം ജേക്കബ് റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. Basically, whatever the sovereign God promised to Jacob, Jacob was reiterating the same thing. വേറെ ഒരു കാര്യം പറഞ്ഞില്ല, തമ്പുരാൻ പറഞ്ഞ കാര്യത്തെ റിപ്പീറ്റ് ചെയ്തു പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്നാണ് ജേക്കബ് അവിടെ പറയുന്നത്. Jacob was really repeating what God promised him, and he is giving a promise that I will do certain things. എനിക്കത് വിവരിക്കാൻ സമയമില്ല, നിങ്ങളത് വായിച്ചു നോക്കിക്കോളൂ, ആവർത്തിച്ച് വായിച്ചു നോക്കിക്കോളൂ. He is just repeating what God spoke to him. Amen. സ്തോത്രം. നോക്കൂ, അവിടെ കൊണ്ടും തീരുന്നില്ല. ഇവിടെ ആ സോവറിൻ ഗോഡ് മുകളിൽ നിന്നുകൊണ്ട് ജേക്കബിനോട് പറയാനായിട്ട് തന്നെ അഡ്രസ് ചെയ്യുന്ന വിധം കണ്ടോ. ഐ ആം ദ ഗോഡ് ഓഫ് അബ്രഹാം ആൻഡ് ഐസക് എന്ന് പറഞ്ഞാണ് ജേക്കബിനോട് കാര്യം പറയുന്നത്. When God appeared to Jacob, God was introducing himself like this: I am the God of your father Abraham and Isaac. നിങ്ങൾ നോക്കിക്കേ, ശ്രദ്ധിച്ചെന്ന് അതിനെ ഒന്ന് നന്നായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാൽ, ദൈവം വന്നിട്ട് യാക്കോബിനോട് പറയും, ഞാൻ നിന്റെ അപ്പൻ്റെയും വല്യപ്പൻ്റെയും ദൈവമാണെന്ന് പറഞ്ഞാൽ ന്യായമായിട്ടും കേൾക്കുന്നവനൊരു വിഷമം ഉണ്ടാകുകയല്ലേ? കാര്യം അവൻ്റെ ദൈവം അല്ലല്ലോ. Just think about it. When God appeared to a person and is telling a person that I am the God of your father and your grandpa, great-grandpa. ഇപ്പൊ തമ്പുരാൻ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ എല്ലാം പേര് വിളിച്ചിട്ട് ഞാൻ നിങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. Just imagine if God appeared here and God was proclaiming that I am the God of each one of you by mentioning by name, but if he didn't mention my name, what would I feel? സ്തോത്രം. അന്നേരം നോക്കിയേ, ഇതുവരെയും ജേക്കബ് ആ ദൈവസന്നിധിയിലായിട്ടില്ലെന്നാണ് തമ്പുരാൻ പറയുന്നത്. That clearly is stating like this: Jacob hasn't come to the standard what God was expecting. ദൈവം ജേക്കബിന്റെ പേര് അറിയാതെ മിസ്സായി പോയതൊന്നുമല്ല ദൈവത്തിന്. God didn't miss to pronounce or proclaim Jacob's name there. ഇന്ന് വരെയും ജീവിതം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആ ദൈവം നമ്മുടെ ദൈവം അല്ല. If you didn't submit your life to God, God won't say that God is your God. ഈ ഹീബ്രൂസ് 11:16 അകത്തൊരു വാക്യമുണ്ട് ഇതിനോടൊക്കെ ചേർന്ന് വരുന്ന. In Hebrews chapter 11 verse 16 we can see a verse. അവിടെയും ഈ പാട്രിയാർക്സ് പിതാക്കന്മാരെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. We can see the patriarchs over there. എന്നിട്ട് ദൈവം പറയുകയാണ്, ഞാന് അവരുടെ ദൈവം എന്ന് പറയാൻ എനിക്ക് ഹോണർ, എനിക്ക് അതിനെപ്പറ്റി വലിയ അഭിമാനമാണ്, എനിക്കൊരു ലജ്ജയില്ല എന്നാണ് പറയുന്നത്. There we can see that God is strongly proclaiming that I am not ashamed to say that I am the God of patriarchs. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം അറിയാമോ? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവം എന്നൊക്കെ പറയാൻ ദൈവത്തിന് അഭിമാനമാണ്. God is not ashamed to call us the God of the father Abraham and Isaac, because God is proud to say that I am the God of Abraham and Isaac. ഈ പകൽ ദൈവവചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം, തമ്പുരാൻ എന്നെ നോക്കി നിങ്ങളെ നോക്കി ഞാൻ അവരുടെ ദൈവം എന്ന് പറയത്തക്കവണ്ണം ഒരു ക്വാളിറ്റിയുള്ള ലൈഫാണോ ഞാൻ നയിക്കുന്നത്? Today I would like to ask you, are you leading a life so that God can call and say that I am your God by mentioning your name so and so? പ്രസംഗവും ക്ലാസ്സും ഒക്കെ നല്ലതായതുകൊണ്ടൊന്നും കാര്യമില്ല, ജീവിതം നല്ലതാകണം. If you are preaching or if your performances might be good, but it doesn't matter. Your life on this earth is very mad. ഞാൻ ഒരു വർഷം മുമ്പ് ഇവിടെ പറഞ്ഞൊരു സ്റ്റോറി പറയാം. I would like to tell a short story which I mentioned around a year back. ഈ സ്റ്റോറി അല്ല, ഒരു എക്സാമ്പിൾ. An example. പേരൻസ് മീറ്റിങ്ങിന് സ്കൂളിൽ പോകാറുണ്ടല്ലോ, കോളേജിൽ സ്കൂളിൽ പോകാറുണ്ടല്ലോ. Usually parents were going to schools to attend the PTA meetings. അവിടെ ചെല്ലുമ്പം
എല്ലാത്തിനും A+ ഗ്രേഡ് മേടിക്കുന്ന പേരൻസിന് ആ ക്ലാസ് ടീച്ചറിനെയും ആ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയും ഒക്കെ കാണാൻ എന്തൊരു ഉത്സാഹമായിരിക്കും അല്ലേ? Those students who are always achieving A+ or at the top grade, those parents will be so honored to meet the students' teachers. അവിടെ ചെന്നിട്ട് പറയും ഞാനാണ് അവിടെ അപ്പൻ. So after reaching to school, they were very proud to say that I am his or her father or mother. അയ്യോ, അങ്ങനെ ഒരു സന്തോഷം ഇല്ലേ പേരൻസിനൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ? So പിന്നെ usually parents ഇടിച്ചിടിച്ചല്ലേ നിൽക്കുന്നല്ലേ? Parents usually have such a kind of pride in their life, like I am the parent of so and so. എന്നാൽ ആ ക്ലാസ്സിൽ തോറ്റവനുമുണ്ട്. So just imagine, there are certain kids, those who had F grade or the very low എന്ന് grade. പറഞ്ഞാൽ ആവറേജ് താഴെയാ. Yeah, they are very poor in their grades. അവന്റെ ഡാഡിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. Just imagine the parents of that person. ഓ, എങ്ങനെ വെല്ലച്ചാതി അവിടെ ഒന്ന് പോയിട്ട് ഇങ്ങ് വന്നാ മതി എന്നും പറഞ്ഞാണ് പോകുന്നത്. That parent was so ashamed to meet their sons or daughters' teachers. ആ എക്സാമ്പിൾ ചുമ്മാ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ചിന്തിച്ച കാര്യം ഒന്ന് വായിച്ചു നോക്കി. Just bear that example in your mind and think about what we just read. ഞാൻ അവരുടെ ദൈവമെന്ന് പറയാൻ ലജ്ജിക്കുന്നില്ല. God is saying that I am not ashamed to mention that I am their father. ഇവിടെ അബ്രഹാമിന്റെ ദൈവമെന്നും ഐസക്കിന്റെ ദൈവമെന്നും പറയുന്നുണ്ട്, ജേക്കബിന്റെ ദൈവമായിട്ടില്ല. Here we can see that God was mentioning that I am the God of Abraham and Isaac, but God didn't mention that Jacob's name. ദൈവം എന്തുകൊണ്ടാണ് ഞാൻ നിന്റെ ദൈവം അല്ലെന്ന് ജേക്കബിനോട് പറഞ്ഞേക്കുന്നത്? അല്ലെങ്കിൽ ഇതുവരെയും ആ ജേക്കബിനെ അഡ്രസ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? Why did God is not mentioning that I am the God of Jacob? Why didn't he mention that? ഇതുവരെയും ദൈവസന്നിധിയിൽ ഒരു തീരുമാനമോ ഒരു നേർച്ചയോ ഒരു വൗവോ ഒന്നും ജയിക്കപ്പ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തമ്പുരാൻ അങ്ങനെ പറയാൻ പറ്റുകയില്ല. അതാണ് വിഷയം. Because Jacob hadn't taken any vow until this time in front of God. That is the reason God was not ready to call that I am the God of Jacob yet. കർത്താവ് നമ്മുടെ വീട്ടിൽ വന്നിട്ട്, കുഞ്ഞുങ്ങളെ ലിസൺ ടു മീ പ്ലീസ്, കർത്താവ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഐ ആം യുവർ പേരൻസ് ഗോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? Children, please listen to me. If God is reaching to your houses and telling directly to you that I am the God of your parents, but if he didn't mention your name, how would you feel? നിശ്ചയമായിട്ടും പ്രയാസം ഉണ്ടാവും. You will definitely feel sad. ആ പ്രയാസം മാറാൻ ഒറ്റ വഴിയുള്ളൂ. There is only one thing to resolve that problem. എന്നാ വഴിയെന്നറിയാമോ? Do you know what is the way? ഇന്ന് മുതൽ അങ്ങാണ് എൻ്റെ ദൈവം എന്ന് പറയുക. അതാണ് ഒറ്റ വഴി. From today onwards, proclaim that you are my only God. ആരെങ്കിലും ഇതുവരെ യു ആർ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും താമസിക്കരുത്. ഹൃദയത്തിൽ നിന്ന് തമ്പുരാനോട് പറയണം, യു ആർ മൈ ഗോഡ്. If anyone who is listening to me were unable to say that God is my only Lord, if you are listening to me, please take a decision to proclaim that God, you are my only God. എന്റെ പ്രിയപ്പെട്ടവരുണ്ട്, Hallelujah. എങ്ങനെ യു ആർ മൈ ഗോഡ് എന്ന് പറയുന്നത്? ദൈവവചനം വായിച്ചിട്ട് അതനുസരിക്കുമ്പോൾ, അത് മനസ്സിലാകുമ്പോൾ, വിശ്വസിച്ചത് പ്രാക്ടിക്കലാക്കുമ്പോൾ, നാം അറിയാതെ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ട് വരുന്ന സത്യം എന്നാണെന്നറിയാമോ? ഹി ഈസ് മൈ ഗോഡ്. ആ ഒരു തീരുമാനം, ആ ഒരു ഡിസിഷനിലേക്ക് നമ്മൾ വരണം. ജേക്കബ് ഇതുവരെ വന്നിട്ടില്ല. How can we, even though we say, how can we say that you are my God? By obeying, by listening to the scriptures and listen carefully to the scriptures. By following and obeying him, we can say that God is my God. But Jacob here didn't reach to that point yet. ഇവിടെ ഒരു തീരുമാനത്തിലേക്ക് വരാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ഡ്രീമിൽ ജേക്കബിന്റെ റെസ്പോൺസ്. This is Jacob's response after this dream, Jacob's first step towards that good decision. ആ ദൂതന്മാര് അപ്പോഴും ജേക്കബിനെ സൂക്ഷിക്കുകയാണ്. That angels still keeping Jacob safe. ഇനി ബാക്കിയെല്ലാം വായിക്കാൻ സമയമില്ല. 29:1 വന്നാൽ ഒരു കാര്യം കാണാം. ജേക്കബ് ഹാരാനിലെത്തി
550 മൈല് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ദൈവിക സംരക്ഷണത്തിൽ കിഴക്കരുടെ ദേശമായ ഹാരാനിൽ ജേക്കബ് എത്തി. 29:1. In chapter 29, verse 1, we can see that after taking almost 550 miles, he reached to the destination Haran, all by himself, like taking the journey. 29, 30, 31 ഒക്കെ വായിക്കുമ്പോൾ ജേക്കബ് ഡ്രീം കണ്ടെങ്കിലും മാനസാന്തരപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാം. In chapter 29, verses 30, 31 and 32, we can see that even though Jacob had a dream, he didn't get to repent. നമുക്കറിയാം ചേട്ടനെ കളിപ്പിച്ചാണ് ഓട്ടം. We all know that Jacob was fleeing after tricking his own brother Esau. ചേട്ടനെ കളിപ്പിച്ചവനെ അമ്മയുടെ ബ്രദർ കളിപ്പിക്കുന്നുണ്ട്. Since he cheated his own brother, he was cheated by his mom's brother. പിന്നെ അപ്പനെയും കളിപ്പിച്ചായിരുന്നു. He cheated his father too. അപ്പനെ കളിപ്പിച്ചവനെ അമ്മായിപ്പനും കളിപ്പിക്കുന്നുണ്ട്. Since he cheated father, his father-in-law cheated him back. ഈ അപ്പന്റെ കാഴ്ചയാണ് ജേക്കബ് കളിപ്പിച്ചതെങ്കിൽ ജേക്കബിന്റെ കാഴ്ചയും കളിപ്പിക്കുന്നുണ്ട് അടുത്ത അധ്യായങ്ങളിൽ. Jacob was cheating his father, taking advantage of his loss of vision, but Jacob was on the same coin being repaid. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. Whatever we sow, we will reap the അത് same. റിപ്പീറ്റ് ചെയ്ത് പറയുക, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. So I would like to repeat it and listen carefully. Whatever we are going to sow, we are going to reap the same. ഇന്ന് വിതച്ചാൽ ഇന്ന് റീപ്പ് ചെയ്യണോ നിർബന്ധമില്ല. If you sow something today, you may not reap the byproduct today itself. അന്ന് തന്നെ കൊയ്യണമെന്നില്ല. Today itself, you may not reap the after effect. പക്ഷേ ഇൻ ഫ്യൂച്ചർ അതുണ്ട്. But truly in future, whatever you sow, you are going to reap that. വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. The same thing, whatever it is, you are going to get the same token back. വിതയ്ക്കുന്നിടത്തുനിന്ന് തന്നെ കൊയ്യും. The place where you are sowing, you are going to reap the same from that same place. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. We should not mock God. Whatever you reap, you are going to sow it. തമ്പുരാനൊന്നും ചെയ്യല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരോടാ പറഞ്ഞേക്കുന്നത്. ദൈവത്തെ മൂക്ക് ചെയ്യരുത്, വിതയ്ക്കുന്നിടത്തും തന്നെ കൊയ്യും. Some people are thinking that I can trick and I can fool God, but listen carefully. God is going to repay you back whatever you sow. 20 വർഷമാണ് ഹാരാനിൽ ജേക്കബ് താമസിക്കുന്നത്. Almost 20 years, Jacob was staying in the land of Haran. കഷ്ടപ്പാടായിരുന്നു മുഴുവൻ. It was troubles. 30 അധ്യായം വായിച്ചാൽ ഭാര്യമാരെ കൊണ്ട് പൊറുതി മുട്ടിയ ജേക്കബിനെ കണ്ട, ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. In chapter 30, we can see that he was tired by his wives. ഭയങ്കര ഇത്ര ഹാർഡായിട്ട് ജേക്കബിനോട് എന്നാ ശൂര വീര പരാക്രമിയായിരുന്നു. ഇനി 30 വായിച്ച് നോക്കിയാൽ മതി, പുള്ളി ഇങ്ങനെ ഇരിക്കുക. He was such a strong and valiant man in the previous chapters, but if you carefully look into chapter 30, Jacob was so tired. വലയുകയാണ്. He was actually tormented. അങ്ങ് വല്ലാത്ത ഭാരത്തിലായി. He was in a very weak and utterly pathetic എനിക്ക് situation. വാക്യം വായിക്കാൻ സമയമില്ല. നിങ്ങൾ ഈ 29 30 ഒക്കെ വായിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ പഴയ ലൂസിലെ ദൂതന്മാർ അവിടെ എല്ലാം ഉണ്ട്. If you read through these chapters, you can see that those angels who came down, who went up, they were still there during this 20 years of journey. ജേക്കബിനോടൊന്ന് വർത്താനം പറയുന്നുണ്ട്. ലാബാന്റെ അടുക്കെ വരുന്നുണ്ട്. Angels was there. Angels were appearing to Jacob as well as they were appearing to Laban. Basically, angels were still protecting Jacob. എന്നിട്ട് ഏറ്റവും അവസാനം മൊത്തം കളിപ്പീരെല്ലാം ചെയ്തിട്ട് ഒന്നും നടക്കുന്നില്ല. After he was trying to cheat everyone, nothing is coming to a fruitful situation. നമുക്കറിയാം ആദ്യം ബയോജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചത് മിക്കവാറും ജയിക്കബ് ആയിരിക്കും. Maybe we all know that the biogenetic engineering might have applied by Jacob. ഞാൻ ഇന്നലെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ച് നോക്കി, ഇത് എങ്ങനെ സംഭവിച്ചു?
കറുത്തതും പുള്ളിയുള്ളതും മറുവുള്ളതും എല്ലാം കൂടെ ഏതോ ബദാമിൻ്റെ ഒക്കെ വൃക്ഷത്തിൻ്റെ ഇത് കണ്ടുകൊണ്ട് കഴിച്ചപ്പോൾ തന്നെ എന്താ പറയുക പ്രസവിച്ചു വന്നതല്ല ഇങ്ങനത്തെ കുഞ്ഞുങ്ങളായിരുന്നു എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. He was applying biomedical engineering, like genetical, that cloning part he was applying for the first time, because that spotted or freckled or whatever he was applying, taking a wood and taking something, and all the lambs were being born in that way. ബയോളജി എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ വിടുക. As I am not that familiar with biology, I am leaving that portion. നമുക്കറിയാം ചേട്ടനെ 2 പ്രാവശ്യമേ കളിപ്പിച്ചുള്ളൂ, അപ്പനെ 1 പ്രാവശ്യമേ കളിപ്പിച്ചുള്ളൂ, പക്ഷെ ലാബാൻ യാക്കോബിനെ 10 പ്രാവശ്യം കളിപ്പിച്ചു. Jacob cheated 2 times his brother, 1 time his father, but father-in-law was cheating Jacob for 10 times. ഈ സകല കുരുത്തക്കേടിനും കൂടെ നിന്നത് അമ്മയായിരുന്നു. For all these mischievous actions, mother was behind. എന്ന് പറഞ്ഞാൽ അവനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരണം, ഇങ്ങനെ പുറകെ നിൽക്കുക അമ്മ. Mother was always trying to push him up. Mother was really desiring to make Jacob up. ദൈവത്തിന്റെ മഹാകരുണ, പിന്നെ അമ്മയും മോനും ഒരിക്കലും കണ്ടിട്ട് പോലുമില്ല. By God's, we don't know, after that mother and son was not even being met. അതുകൊണ്ട് വെരി കെയർഫുൾ. Hallelujah. So please be very careful. ഇങ്ങനെ പ്രസംഗിക്കണ്ടേ? കഴിഞ്ഞ ആഴ്ചക്ക് എളുപ്പമുള്ള കാര്യമല്ലേ പറഞ്ഞേ? I mentioned very easy thing last week. സ്തോത്രം. Hallelujah. ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ദൈവം മക്കളെ ഉയർത്തെങ്കിൽ ഉയർത്തിക്കോട്ടെ, താഴ്ത്തിക്കോട്ടെ, എന്തേലും ചെയ്തോട്ടെ. എന്റെ ഭാഗത്തുനിന്ന് വചനവിരുദ്ധമായതൊന്നും ഉണ്ടാകാൻ പറ്റിയില്ല. So whatever may happen, if God wants to raise a person, may he raise him. But if God wants to lift him down, but let his will be done. 20 വർഷം കഷ്ടതയായിരുന്നു. For almost 20 years, he tormented so അങ്ങനെ badly. കഷ്ടതയുടെ നടുവിൽ 32-ന്റെ 9-10 പഴയ ആ നേർച്ച താൻ ഓർക്കുകയാണ്. After toiling so hard, he was remembering that old vow in chapter 32 verse 9. 9 and 10 നിങ്ങൾ ആ വാക്യത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചേ, വായിക്കണ്ട. 32 9 and 10-ൽ പഴയ ഓർക്കാണ്. എനിക്ക് എൻ്റെ സമയം തീരുന്നു, എനിക്കിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. He was remembering that old vow in the chapter 32 verse 9. He was listening. അവിടെയും ആ പ്രതിജ്ഞ ഓർക്കുന്നതേ ഉള്ളൂ, പക്ഷേ താനൊരു ഒബീഡിയൻസിലേക്ക് വന്നിട്ടില്ല. There also we can see that he was remembering that vow, but he was not returning. Praise the Lord. Amen. 32:8-നകത്ത് സമ്പാദ്യവുമൊക്കെയായി ദൂത സംരക്ഷണത്താൽ യാക്കോബും തൻ്റെ ഭാര്യമാരുമായിട്ട് തിരിച്ച് ഹാരാനിൽ നിന്ന് പദനാരാമിലേക്ക് വരികയാണ്. ഹാരാനിൽ നിന്ന് ബേർശേബയിലേക്ക് വരികയാണ്. Yeah, so Jacob was planning to travel back from Haran to Beersheba after bringing his wives and children. അവിടെയും നമ്മൾ ചാപ്റ്റർ 32-ൽ വായിക്കുന്ന എന്നാണെന്നറിയാമോ? ജേക്കബ് എങ്ങനെങ്കിലും അവിടെയും കളിപ്പിക്കണമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. During that time also, Jacob was inside his mind thinking to use a trick to cheat. ഇത്രയും ദൈവാനുഗ്രഹവും ദൈവ സംരക്ഷണവും അനുഭവിച്ചിട്ട് ഉള്ളിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നുള്ളതാണ്. He was enjoying so much protection from God, and he was having all his protection, but still he was not repenting. പക്ഷെ ഇവിടെ വന്നപ്പോൾ ലാബാനും ഏശാവും ഐസക്കും ഒന്നും ആയിരുന്നില്ല. ദൈവം തമ്പുരാൻ നിൽക്കുക അവിടെ. എന്നാ ചെയ്യാൻ പറ്റും? But at this juncture, like at this position, Jacob was not meeting Esau or his father, but God himself was standing in front of him. അവിടെ നിന്നിട്ട് പറയാ, എനിക്ക് എങ്ങനെയല്ല അക്കരെ പോകണം, ഏശാവ് എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം, അത്രേ ഉള്ളൂ, നന്നാകണമെന്നില്ലായിരുന്നു. At that time also, Jacob's intention was, I want to go after this point, I want to overcome my brother, but still he was not taking a decision to be a good person. നിന്റെ പേരെന്നാണെന്ന് ചോദിച്ചു. God asked, what is your name? ഞാൻ എൻ്റെ വായനയിലെ ചിന്തയിൽ ഞാനങ്ങ് പറയുക, ഞാൻ ഏശാവല്ല, ഞാൻ യാക്കോബാണെന്ന് പറഞ്ഞു. Maybe in my imagination I was thinking that Jacob must have said like this, I am not Esau, but I am Jacob. സ്തോത്രം. Amen. എന്നിട്ട് പറയുക, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ
ഞാൻ നിന്നെ വിടുകയില്ല. But he is saying, stating that until and unless you bless me, I'm not going to leave you. എൻ്റെ ചോദ്യം, ഈ കൂടെയുള്ള ഭാര്യമാരും കൂടെയുള്ള ജോലിക്കാരും കൂടെയുള്ള ആടുമാടുകളും ഒന്നും അനുഗ്രഹമല്ലേ? My question is, Jacob was a full, like a army was following him. He had a lot wives and a lot of wealth. Isn't that all a blessing to Jacob? അല്ലേ? അങ്ങനെങ്കിൽ അവിടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്നാണെന്നറിയാമോ? അതൊന്നും അല്ല അനുഗ്രഹം. All this wealth and all these things, all the possessions of Jacob, still he had it, but still he is saying that he need a blessing. യാബോക്കിന്റെ അപ്പുറേ കടത്തിയതല്ല ബ്ലെസ്സിങ്. ഹല്ലേലൂയ. യാക്കോബേ, നിന്റെ രൂപാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹം. A true blessing is not the wealth as an earthly possessions or nothing like that, but true repentance is the true blessing for each one of us. എനിക്ക് വളരെ കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, സമയമില്ല. Are you blessed? Just to think, are you really blessed? എല്ലാം ഉണ്ടായിരിക്കാം. Maybe you are possessing a lot. എല്ലാം ഞാൻ സേഫ് സോണിൽ വെച്ചേക്കുമായിരിക്കും. Maybe you are in a safe zone. Everything I kept in safe zone. Yeah, maybe you are keeping everything in a safe zone. But that is not blessing at all. Amen. Hallelujah. അതല്ല അനുഗ്രഹം. But that is not the true blessing. ദൈവവുമായിട്ടുള്ള ആ പേഴ്സണൽ ബന്ധത്തിൽ വന്ന് ആ തീരുമാനം ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുന്നതാണ് അനുഗ്രഹം. But that is not all the wealth, the possession, all the earthly possessions are not the true blessing. But if you have a true relationship with God, that is the true blessing in your life. ഓടി നടന്നവന്റെ കാലിന്റെ ഞരമ്പെ പിടിച്ച് തമ്പുരാനൊന്ന് വലിച്ചു. The person, Jacob, was so active, who was running to possess all these possessions. God pulled his thigh, one of the nerves. നമുക്കറിയാം, മരണം വരെ ജേക്കബ് ചട്ടിയാ നടന്നേ. We know that until his death, Jacob was limping. ഹീബ്രൂസിൽ വായിക്കുന്ന എന്നാന്നറിയാമോ? പ്രായമായപ്പം വടിയെ ചാരി എന്ന്. അതൊന്നുകൂടെ വടിയെ ചാരി എന്ന്. In Hebrews, we can see that towards its end, he needs to lean on a stick to say his blessing. തമ്പുരാൻ ചിലയിടത്തൊക്കെ പിടിച്ചാലുണ്ടല്ലോ, മരണം വരെ മാറിയാൽ പിന്നെ മാനസാന്തരത്തോടെ ജീവിക്കാവുന്നേ ഉള്ളൂ. So I would like to tell you very seriously, if God intervenes in your situation, you would bear that until your life on this earth. ദൈവത്തെ പരിഹസിക്കരുത്. Do not mock God. ജീവിത രൂപാന്തരമാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. God wants a true repentance in each one of us. യഥാർത്ഥ ഉണർവ് നമ്മുടെ മാനസാന്തരമാണെന്നുള്ള കാര്യം The മറക്കരുത്. true blessing is a real repentance in each one of us. ഹല്ലേലൂയ. Hallelujah. അങ്ങനെങ്കിൽ ഞാൻ യാക്കോബിന്റെ മല്ലുപിടുത്തം വിശദമായിട്ട് ഈ ചർച്ച പ്രസംഗിച്ചിട്ടുണ്ട്. I gave you a real detailed explanation about Jacob's repentance. അങ്ങനെങ്കിൽ പെനിയേലിൽ വെച്ച് ലൂസിൽ പറഞ്ഞ ആ നേർച്ച, നീ എന്നെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? യു ആർ മൈ ഗോഡ് എന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. So the vow he is taking in Peniel by stating as you are my God, that means he is submitting himself to God. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, Hallelujah. ഇന്ന് വരെയും ആ ദൈവത്തെ നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇനിയും താമസിക്കരുത്. അവിടെ ഇരുന്നുകൊണ്ട് പറയണം, യു ആർ മൈ ഗോഡ്. So if, dear brothers and sisters, if you were unable to take a decision until this day, please take a decision, submit and surrender to God and proclaim that, God, you are my God. ദൈവം പറഞ്ഞ പ്രോമിസസ് ജേക്കബിൽ നടക്കണമെങ്കിൽ ജേക്കബ് മനസാന്തരപ്പെടണം. ഒരു പെനിയേലിൽ വെച്ചുണ്ടായ പേഴ്സണൽ എൻകൗണ്ടർ ദൈവവുമായിട്ട് ഉണ്ടാകാത്തിടത്തോളം കാലം തമ്പുരാൻ പറഞ്ഞതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുകയില്ല. Until and unless we have a personal encounter with God, nothing is going to happen in our life. നമ്മൾ ഈ ആരാധിച്ച് വിടുതലേറ്റെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ? Hallelujah. We usually tend to say that we can achieve blessings by worshiping him. നോ, മാനസാന്തരപ്പെട്ടാലേ വിടുതലുള്ളൂ. No, we are unable to get blessings by worshiping. We get blessings when we truly നാം repent. ദൈവസന്നിധിയിൽ ആ നേർച്ച, ആ പ്രതിഷ്ഠ, എന്താ പറയാ, ഡിസിഷൻ
ദൈവസന്നിധിയിൽ ഞാൻ എടുത്ത് എന്നെ ഈൽഡ് ചെയ്യാതെ തമ്പുരാൻ എന്നെ അനുഗ്രഹിക്കുകയില്ല. God will never bless a person until he submitted himself with his decision. സ്തോത്രം. Praise the Lord. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ലെന്ന് പറഞ്ഞു, തമ്പുരാൻ അനുഗ്രഹിച്ചു. He so told God, until and unless you bless me, I won't leave you. God didn't leave him until without blessing him. പിന്നെ പാട്രിയാർക്സിന്റെ പേര് വായിക്കുന്നതെന്ന് അറിയാമോ? Do you know how we are reading the patriarch's name after I am this the event? God of Abraham, Isaac and Jacob. After this decision of Jacob, we are reading from the scriptures that God was mentioning strongly, I am the God of your father Abraham, Isaac and Jacob. ആ കർത്താവിനെ നമ്മുടെ ദൈവമാക്കി വേണം നമ്മുടെ ജീവിതം പോകാൻ. So basically, we need to take a decision to make God as our center of our life. Hallelujah. Amen. Hallelujah. Praise the Lord. Hallelujah. 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 Stotram. അങ്ങനെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒരു പെനിയൽ എൻകൗണ്ടർ, പെനിയലിൽ വെച്ച് ജേക്കബിനുണ്ടായതുപോലെ ഒരു സോളിറ്റ്യൂഡ്, ഒരു സപ്ലിക്കേഷൻ ഒക്കെ നമുക്കും ഉണ്ടാകണം. So as I usually mention that what Jacob had a Peniel experience, we all need to have a personal Peniel encounter with God. ചാപ്റ്റർ 35 ലൂസി പോയി ജേക്കബ് ആലയം പണിയുന്നുണ്ട്. In chapter 35, Jacob was going to lose and building a temple. അതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? Do you know what is that meaning? പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിന് ആലയം പണിതാൽ ദൈവത്തിന് അത് വേണ്ട. If you are trying to build something for God without a personal encounter, God doesn't accept your offering. ദൈവത്തിന് എൻ്റെ പണവും വേണ്ട, ദൈവത്തിന് എൻ്റെ കഴിവും വേണ്ട, ദൈവത്തിന് എൻ്റെ പൊസിഷനും വേണ്ട. ഞാൻ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിലേക്ക് വരുന്നിടം വരെ തമ്പുരാൻ ഒന്നും വേണ്ട. God doesn't require your or my positions or possessions, but God wants your dedication. ആ ദൈവത്തെ നമ്മുടെ ദൈവമാക്കണം. So make that God as my God. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാമോ? Hallelujah. Hallelujah. എങ്ങനാ ദൈവമാവുന്നേ? ഒറ്റ കാര്യമേ ഉള്ളൂ, തിരുവെഴുത്തനുസരിച്ചാൽ മാത്രം മതി. How can that God be my God? Just one simple thing, obey him. സ്തോത്രം. ഞാൻ വാക്കുകൾ നിർത്തുകയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം.